Okay, now we move on to the 27th question. 27ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. How did American War of Independence influence the later history of the world? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എങ്ങനെയാണ് പിന്നീടുള്ള ലോക ചരിത്രത്തെ സ്വാധീനിച്ചത് എന്നാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു ഇതാണ്. നോക്കാം നമുക്ക് പോയിന്റ്സ്. ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു റിലേറ്റഡ് ഫ്രീഡം സ്ട്രഗിൾസ്. പിന്നീടുള്ള എല്ലാ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കും പ്രചോദനം നൽകിയത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. പുട്ട് ഫോർവേഡ് ദി കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. ഒരു റിപ്പബ്ലിക്കൻ ഭരണ സംവിധാന രീതിക്ക് തുടക്കം കുറിച്ചത് അമേരിക്കൻ റവല്യൂഷൻ ആണ്. പ്രിപ്പയർ ദി ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യത്തെ ലിഖിത ഭരണഘടന രചിച്ചതും ഇത് തന്നെയാണ്. കോൺട്രിബ്യൂട്ടഡ് ടു ദി സിസ്റ്റം ഓഫ് ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ്. ഫെഡറൽ ഭരണ സംവിധാന രീതിക്ക് തുടക്കം കുറിക്കുന്നതും അമേരിക്കൻ വിപ്ലവം തന്നെയാണ്. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി റിസൾട്ട്സ് ഓഫ് റഷ്യൻ റവല്യൂഷൻ? റഷ്യൻ റവല്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതിന്റെ റിസൾട്ട്സ് ചോദിച്ചിരിക്കുന്നത്. റഷ്യൻ റവല്യൂഷനെ രണ്ടായി തരംതിരിക്കാം. രണ്ട് ഫേസസ് ഉണ്ട്, ഫെബ്രുവരി റവല്യൂഷൻ ആൻഡ് ഒക്ടോബർ റവല്യൂഷൻ. ഒക്ടോബർ റവല്യൂഷന് ശേഷമുള്ള സംഭവ വികാസങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, വിപ്ലവത്തിന് ശേഷം ലെനിന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ഭരണ സംവിധാന രീതിയാണ് വരുന്നത്. എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ബി. പിന്നീട് ജോസഫ് സ്റ്റാലിന്റെ കാലഘട്ടം. അതിന് മുമ്പ് റഷ്യ വിഡ്രൂ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. അതേപോലെ റഷ്യ ബിക്കം എ സോഷ്യലിസ്റ്റ് കൺട്രി. പിന്നീട് ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ലെനിൻ റഷ്യ ബിക്കം എ സോഷ്യലിസ്റ്റ് കൺട്രി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജോസഫ് സ്റ്റാലിൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ആവിർഭവിക്കുന്നു. പിന്നീട് USSR ഫോർമേഷൻ, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ ശൃംഖല രൂപീകരിക്കുന്നു. 5-year പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന വരെ നിങ്ങൾ എഴുതണം. ആൻഡ് ദീസ് ആർ ദി റിസൾട്ട്സ് ഓഫ് ദി റഷ്യൻ റവല്യൂഷൻ ഓഫ് 1917. 1917 കാലഘട്ടത്തിലെ റഷ്യൻ വിപ്ലവത്തിന്റെ അനന്തര ഫലങ്ങളാണ് ഇതെല്ലാം തന്നെ. ഓക്കെ, 29th ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഹിമാലയൻ റിവേഴ്സ്? ഹിമാലയൻ നദികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പേര് സൂചിപ്പിക്കും പോലെ ദേ ഒറിജിനേറ്റ് ഫ്രം ദി ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ്. ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്നും ഉദ്ഭവിക്കുന്നു. എക്സ്റ്റെൻസീവ് കാച്ച്മെന്റ് ഏരിയ, ഇന്റൻസീവ് ഇറോഷണൽ ആക്ടിവിറ്റീസ് നടക്കുന്നു. ഹൈ ഇറിഗേഷൻ പൊട്ടൻഷ്യൽ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. ഹിമാലയൻ നദികളുടെ പ്രത്യേകതയാണ്. ഓക്കെ, ഡെൽറ്റാസ് ഫോം ചെയ്യുന്നതും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്താൽ നല്ലത്. ഓക്കെ, 38th ക്വസ്റ്റ്യൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി സോയിൽസ് ഓഫ് പെനിൻസുല പ്ലാറ്റോ റീജിയൻ. പെനിൻസുല പ്ലാറ്റോ റീജിയനിലെ സോയിൽസിനെ കുറിച്ച് എഴുതാണ് ചോദിച്ചിരിക്കുന്നത്. ഡെക്കാൻ പ്ലാറ്റോ റീജിയൻ ഇതിൽ ഉൾപ്പെടുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. ഡെക്കാൻ പ്ലാറ്റോ റീജിയന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ആണ് എന്ത്? ബ്ലാക്ക് സോയിൽ, ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നാ പറയുന്നത്. അതേപോലെ തന്നെ കോട്ടൺ ധാരാളമായി വളരുന്ന പ്രദേശമാണ്. റെഡ് സോയിൽ, അതിന്റെ റെഡ് കളർ എന്താണ്? അയോൺ, ഫെറസിന്റെ പ്രസൻസ് ആണ്. ലാറ്ററൈറ്റ് സോയിൽ, അലൂവിയൽ സോയിൽ, ഇതെല്ലാം കൂടി ചേർത്ത് ഉള്ള കീസ് ആയിരിക്കണം നിങ്ങൾ ഈ ഷോർട്ട് നോട്ട് ഉൾക്കൊള്ളിക്കേണ്ടത്. മാച്ച് ദി ഐറ്റംസ് ഇൻ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഇതാണ്. നമുക്ക് നോക്കാം. പയ്യന്നൂർ കേരളയാണ്. ബോംബെ മഹാരാഷ്ട്ര. നോർക്കാലി ബംഗാൾ. ഏതായാലും തമിഴ്നാട്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാം. യെസ്. ഓക്കെ, 32nd ക്വസ്റ്റ്യൻ. നോട്ട് ഓൺ ദി ഏർലി സ്ട്രഗിൾസ് ദാറ്റ് മഹാത്മാ ഗാന്ധി ടുക്ക് അപ്പ് ഇൻ ഇന്ത്യ. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ പങ്കെടുത്ത ആദ്യകാല സമരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ചമ്പാരൻ സ്ട്രഗിൾ, ചമ്പാരൻ സമരം 1917 ഖേദ കർഷക സമരം, അതേപോലെ കോട്ടൺ മിൽ സമരം, ഇത് രണ്ടും 1918 കാലഘട്ടത്തിലാണ്. പിന്നീട് ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങളും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, 33rd ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിന്റെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ്. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു? ബിറ്റ്വീൻ ബേ ഓഫ് ബംഗാൾ ആൻഡ് ഈസ്റ്റേൺ ഗാട്സ്. ഫസ്റ്റ് പോയിന്റ് ആണ്, ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ബേ ഓഫ് ബംഗാൾ ആൻഡ് ദ ഈസ്റ്റേൺ ഗാട്സ്. From the Sundarban Delta to the region of Kanyakumari. അത് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ആഡ് ചെയ്യണം. വളരെ വിസ്തൃതിയാണ്, കമ്പാരിറ്റീവ്ലി വൈഡ് ഏരിയാസ് ആണ്. ഡെൽറ്റാസ് ഒരുപാട് ഫോം ചെയ്യുന്നതും ഈ ഏരിയയിലാണ്. ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. നോക്കാം, വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ്. ഇ ഗവേണൻസ് എന്ത് എന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ നേട്ടങ്ങളാണ്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ്? ക്യാൻ റിസീവ് സർവീസ് വിത്ത് ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അല്ലേ, ഇൻഫർമേഷൻ ടെക്നോളജി ഫലമായിട്ടുള്ള സേവനങ്ങളാണ് ഈ ഗവേണൻസിന്റെ ഫലമായിട്ട് ജനങ്ങൾക്ക് ലഭ്യമാവുന്നത്. ഗവൺമെന്റ് ഓഫീസുകളിൽ അധിക നേരം കാത്തു നിൽക്കുന്നില്ല. നീഡ് നോട്ട് വെയിറ്റ് ഇൻ ദി ഗവൺമെന്റ് ഓഫീസേഴ്സ് ഫോർ എ വെരി ലോങ് ടൈം. അല്ലേ, വളരെ ടൈം കൺസ്യൂമിംഗ്, വളരെ സ്പീഡി ആയിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു ഈ ഗവേണൻസിന്റെ ഫലമായിട്ട്. വളരെ എഫിഷ്യൻസി ആണ്, അത് ആഡ് ചെയ്യണം. ഗവൺമെന്റ് സർവീസ് റിസീവ്ഡ് ഇൻ എ സ്പീഡി ആൻഡ് വിത്ത് ലെസ് പ്രോഫിറ്റ്. ലെസ് പ്രോഫിറ്റ് ഫോർ ദി അതർ പീപ്പിൾ. നമുക്ക് അധികം പണം ചെലവില്ല. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ,
ഓക്കെ, 35ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എക്സ്പ്ലെയിൻ ദി ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. പോയിന്റ്സ് മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി, എങ്കിൽ സ്കോർ ഉണ്ട്. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ട്രെയിനിങ്, സോഷ്യൽ ക്യാപിറ്റൽ. ഓക്കെ, ഈ പോയിന്റ്സ് മാത്രം നിങ്ങൾ എഴുതാം. ഫോക്കസിലുള്ളത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, 36 ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദി ഫോളോയിങ് ടേബിൾ. 4 columns ആണ് തന്നിരിക്കുന്നത് and you are asked to fill. 3 columns are given there. Day, apparent position of the sun, peculiarity of the day. ആ ദിവസത്തിന്റെ പ്രത്യേകതകളാണ്. മാർച്ച് 21 ആണ്, ഈക്വേറ്റർ ആണ്. എന്താ അതിന്റെ പ്രത്യേകത? ഇക്വിനോക്സസ് ആണ്. ഇക്വിനോക്സസ്. സെക്കൻഡ് വൺ നോക്കുക. ഡേ ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദി സൺ തന്നിട്ടുണ്ട്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, പെക്യുലാരിറ്റി ഓഫ് ദി ഡേ, സമ്മർ സോളിസ്റ്റിസ് ആണ്. ഏതാ ദിവസം? ജൂൺ 21, ജൂൺ 21. അടുത്ത സെപ്റ്റംബർ 23, അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദി സൺ എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പെക്യുലാരിറ്റി എന്താ? ഈക്വിനോക്സ് ആണ്, ഇക്വേറ്ററിന് അവിടെ ആയിരിക്കും. അടുത്ത ഡേ ആണ് ചോദിച്ചിരിക്കുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, വിന്റർ സോളിസ്റ്റിസ് ആണ്, സെപ്റ്റംബർ 22 ആണ്. ഇത്തിരി എഴുതിക്കുകയാണെങ്കിൽ തന്നെ യു വിൽ ഗെറ്റ് ഫുൾ സ്കോർ. ഫുൾ സ്കോർ നിങ്ങൾക്ക് ലഭിക്കും. Okay, now to the 37th question. 37ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. What are the achievements of independent India in the field of science and technology? ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച പുരോഗതികൾ എന്തെല്ലാം? ജവഹർലാൽ നെഹ്റുവിന്റെ പങ്ക് നിങ്ങൾ എഴുതണം. റോൾ ഓഫ് ജവഹർലാൽ നെഹ്റു. തീർച്ചയായിട്ടും ജവഹർലാൽ നെഹ്റു ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ്സ് നിങ്ങൾ ചേർക്കണം. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് റിസർച്ച് സെന്റർ, CSIR, ICAR, ICMR, ഇതിനെക്കുറിച്ച് എല്ലാം തന്നെ നിങ്ങൾ എഴുതിയിരിക്കണം. റോൾ ഓഫ് ഹോമി ജെ ബാബ, SN ഭട്നാഗർ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, റിമെമ്പർ ജവഹർലാൽ നെഹ്റു റോൾ നിങ്ങൾ എഴുതണം. അതേപോലെ SN ഭട്നാഗർ, ഹോമി ജെ ബാബ, ഇവരുടെ പങ്കിനെ കുറിച്ചും നിസ്തുലമായ സംഭാവനകളെ കുറിച്ചും നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, 38th ക്വസ്റ്റ്യൻ ഏതാ നോക്കുക. മാപ്പാണ്. Mark and label the following on the outline map of India provided. ഏതൊക്കെയാണ് മാർക്ക് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്? Aravalli Ranges, Chota Nagpur Plateau, River Tapti and Western Ghats. Western Ghats. ഇതാണ് Western Ghats. ഓക്കെ, Western Ghats ആണ്. ഓക്കെ, Chota Nagpur Plateau എവിടെയാണ്? Chota Nagpur Plateau. River Tapti. River Tapti എവിടെയാണ്? Aravalli Ranges. ഇത്രയും മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ഫസ്റ്റ് സ്കോർ. ഓക്കെ, 39 ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ഗ്രീൻവിച്ച് മീൻ ടൈം ആൻഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, ആദ്യം ഗ്രീൻവിച്ച് മീൻ ടൈം നോക്കുക. ദി 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ദി ഗ്രീൻവിച്ച് മീൻ ടൈം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾ 0 ഡിഗ്രി മെറീഡിയൻ ആണ് ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി കൂടി പാസ് ചെയ്യുന്നതിന് ഫലമായിട്ടാണ് ഈ രേഖ ഗ്രീൻവിച്ച് മീൻ ടൈം, ഗ്രീൻവിച്ച് മെറീഡിയൻ എന്നുള്ള പേര് നൽകിയിരിക്കുന്നതെന്നും കൂടി നിങ്ങൾ അതിൽ ആഡ് ചെയ്യേണ്ടതാണ്. ഈ ഗ്രീൻവിച്ച് ലൈൻ അടിസ്ഥാനമാക്കിയാണ് ലോകത്താകമാനം തന്നെ ടൈം കാൽക്കുലേഷൻ നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയുന്നു? ഇറ്റ് ഈസ് നോൺ ആസ് ദി പ്രൈം മെറീഡിയൻ. പ്രൈം മെറീഡിയൻ എന്ന് പറയുന്നത് ഈ പോയിന്റ്സ് എല്ലാം തന്നെ നിങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കണം. ദി ലോക്കൽ ടൈം ഓഫ് ദി പ്രൈം മെറീഡിയൻ ഇസ് നോൺ ആസ് ദ ഗ്രീൻവിച്ച് മീൻ ടൈം. ടൈം സോൺസിന് കാര്യം കൂടി നിങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കണം. ഇത്രയും പോയിന്റ്സ് നിങ്ങളുടെ ആൻസറിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണ്. ഇന്ത്യയുടെ ലോങ്ങിറ്റ്യൂഡൽ എക്സ്റ്റെന്റ് നിങ്ങൾക്ക് അറിയാം. 68 ഡിഗ്രി ഈസ്റ്റ് ടു 97 ഡിഗ്രി ഈസ്റ്റ് ആണ്. 82.5 ഡിഗ്രി ഈസ്റ്റ് കൂടിയാണ് ഇത് പാസ് ചെയ്യുന്നത്. നിർബന്ധമായിട്ടും ആ പോയിന്റ് നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം. അതേപോലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിന് കാര്യങ്ങൾ വിശദീകരണങ്ങളും നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കണം നിങ്ങളുടെ ആൻസർ. ഓക്കെ, 40th question. Explain the French Revolution based on the following 3 estates of the French society thinkers. ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. എന്താണ്? വിപ്ലവങ്ങളുടെ വിപ്ലവമാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ദി റെവല്യൂഷൻ ഓഫ് റെവല്യൂഷൻസ്. ഇറ്റ് വാസ് ടോട്ടലി അഗെയിൻസ്റ്റ് ദി എക്സ്പ്ലോയിറ്റേഷണൽ റൂൾ ഓഫ് ദ റൊമാനോവ് ഡൈനസ്റ്റി. അതേപോലെ തന്നെ മോട്ടോ ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ നിങ്ങൾക്ക് അറിയാം. എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഫ്രഞ്ച് കാലഘട്ടത്തിലെ സാമൂഹിക വ്യവസ്ഥിതി നമുക്ക് നോക്കാം. ദി സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻടു 3 എസ്റ്റേറ്റ്സ്. പഠിച്ചതാണ് നിങ്ങൾ. 3 എസ്റ്റേറ്റുകളായി തരംതിരിച്ചിരുന്നു. ദി ഫസ്റ്റ് എസ്റ്റേറ്റ് കൺസിസ്റ്റ് ഓഫ് ദി ക്ലർജി. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരും, ദി സെക്കൻഡ് എസ്റ്റേറ്റ് ദി നോബിൾസ്, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരും, ആൻഡ് ദി തേർഡ് എസ്റ്റേറ്റ് ദി കോമൺസ്, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ സാധാരണക്കാരായ ജനവിഭാഗങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. ദി ഫസ്റ്റ് എസ്റ്റേറ്റ് എൻജോയ്ഡ് ഓൾ ദി റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ്. എന്നാലോ മൂന്നാമത്തെ എസ്റ്റേറ്റുകൾ കോമൺസ്, സാധാരണക്കാരുടെ നികുതി സ്ഥിതിഗതികൾ തികച്ചും ശോചനീയമായിരുന്നു. നികുതിയുടെ ഭാരിച്ച ഉത്തരവാദിത്വം ഇവരുടെ മേൽ നിക്ഷിപ്തമായിരുന്നു. ഇതിനെതിരെയുള്ള പോരാട്ടങ്ങൾ. പിന്നെ ദി റോൾ ഓഫ് ഫിലോസഫേഴ്സ് പഠിച്ചതാണല്ലോ. റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. ഇവരുടെ പങ്ക്
ഇവരെങ്ങനെ ഫ്രഞ്ച് ജനതയെ മോട്ടിവേറ്റ് ചെയ്തു എന്നുള്ള കാര്യവും നിങ്ങൾ എഴുതിയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് ഫ്രഞ്ച് റെവല്യൂഷന്റെ കീസായി ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ നൗ വി മൂവ് ഓൺ ടു ദി 41st ക്വസ്റ്റ്യൻ. 41ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഹിമാദ്രി ആൻഡ് ഹിമാചൽ. ടെക്സ്റ്റ് വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഹിമാദ്രിയുടെ ഫീച്ചേഴ്സും ഹിമാചലിനും. ആദ്യം നമുക്ക് ഹിമാദ്രിയുടെ ഫീച്ചേഴ്സിലേക്ക് നോക്കാം. ഏറ്റവും ഉയരമുള്ള പർവ്വതനിരകൾ. It is the highest mountain ranges. Average altitude 6000 meters ആണ്. 6000 മീറ്റർ ആണ് ശരാശരി ഉന്നതി എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട നദികൾ ഗംഗ, ബ്രഹ്മപുത്ര എല്ലാം തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇതിൽ നിന്നാണ്, ഇവിടെ നിന്നാണ്, ഈ മൗണ്ടൻ റേഞ്ചസിൽ നിന്ന് തന്നെയാണ്. 8000 മീറ്ററോ അതിൽ ഉയരമുള്ളതോ ആയ ഒരുപാട് പീക്സ് കൊടുമുടികളിലുണ്ട്. കാഞ്ചൻജംഗ, നന്ദദേവി ഇതെല്ലാം തന്നെ ഇവിടെയുള്ള പീക്സ് ആണ്. ഇത്രയും ആണ് ഹിമാദ്രിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹിമാചൽ ആണ്. ഹിമാദ്രിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹിമാചൽ. നിങ്ങൾക്കറിയാം, situated to the south of Himadri is the Himachal. Situated to the south of Himadri is the Himachal. Average altitude 3000 meters ആണ്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ ഹിൽ സ്റ്റേഷൻ സുഖവാസ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ ഹിമാചലിലാണ്. ഈ പോയിന്റ്സ് എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ആൻസർ ഫ്രെയിം ചെയ്യേണ്ടത്. Then you will get full score. Okay? And now we move on to the last question in your question paper. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഏതാ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. Explain the civil disobedience movement based on the following. Lahore session of Indian National Congress sought as a powerful weapon. ഇത് ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ആൻസർ എഴുതേണ്ടത്. Lahore session of Indian National Congress 1929 ആണ് ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ചെയർമാൻ, ഈ സെഷന്റെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഒരുപാട് തീരുമാനങ്ങൾ ഈ ഡിസിഷനിൽ കൈക്കൊണ്ടിട്ടുണ്ട്. ഈ തീരുമാനങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കണം. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സമര രീതികൾ ശക്തമാക്കി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടപൊരുതാനുള്ള ശക്തമായ തീരുമാനങ്ങൾ 1929 ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എടുത്ത വളരെ ശക്തമായ തീരുമാനങ്ങളാണ്. പിന്നീട് ഇനി പറയുന്നത് എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരായുധമായി ഗാന്ധിജി ഉപ്പ് തിരഞ്ഞെടുക്കുന്നു. Sought as a powerful weapon against the British rule. ബ്രിട്ടീഷുകാരുടെ ഭരണ സംവിധാന രീതിക്കെതിരെയുള്ള ശക്തമായ സമരായുധമായി ഗാന്ധിജി ഉപ്പ് തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ആ കാരണങ്ങൾ കൂടി നമ്മൾക്കൊന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. Salt tax constituted 2/5 portion of the income collected by the British in India. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന നികുതിയുടെ 2% ഉപ്പിന്റെ മേലുള്ള നികുതിയായിരുന്നു. സാധാരണക്കാരിൽ താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു ഉപ്പിന്റെ മേൽ ബ്രിട്ടീഷുകാർ ചുമത്തിയിരുന്ന ഭാരിച്ച നികുതി വ്യവസ്ഥിതി. സോൾട്ടിന്റെ വിലയിൽ 3 ഇരട്ടിയിലധികം വിലയാണ് ബ്രിട്ടീഷുകാർ ഇതാക്കുന്നത്. അതേപോലെ തന്നെ ബാൻ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് സോൾട്ട് പ്രൊഡക്ഷൻ. ചെറിയ തോതിലുള്ള ഇന്ത്യക്കാരുടെ ഉപ്പ് ഉൽപാദനം അവർ ബാൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധിജി എന്ത് തീരുമാനിച്ചു? ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിന് വേണ്ടി ഇന്ത്യക്കാരെ ഏകോപിപ്പിച്ച് നിർത്തുവാനുള്ള ശക്തമായ സമരയുധമായി ഉപ്പ് തിരഞ്ഞെടുക്കുന്നു. ഇതോർത്ത് വെക്കണം. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം ഈ ലാസ്റ്റ് ആൻസർ നിങ്ങൾ ഫ്രെയിം ചെയ്യേണ്ടത്. ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ ആൻസർ ചെയ്ത് ഫുൾ A+ തന്നെ നേടിയിരിക്കും എന്ന അതിയായ വിശ്വാസത്തോടു കൂടി ബൈ. ഓക്കെ, താങ്ക് യു.